ക്രിസ്തുമസിൻ്റെ ആഘോഷം നമ്മൾ പലത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് അല്പം വെറൈറ്റിയാണ്. ഉയരത്തിലല്ല, സൗകര്യങ്ങളിലാണ് കാര്യം. കളഞ്ഞൂർ ഉദയ ജംഗ്ഷൻ വർക്ക്ഷോപ്പ് മുറ്റത്താണ് പടുകൂറ്റൻ നക്ഷത്രം ഒരുക്കിയിട്ടുള്ളത്. സ്ക്വയർ പൈപ്പിലാണ് നിർമ്മാണം. തൂക്കം 600 കിലോ വരും. നക്ഷത്രത്തിന്റെ ഉയരം 57 അടിയാണ്, വീതി 54. ഉയരം കൊണ്ട് മുൻപും റെക്കോർഡ് സൃഷ്ടിച്ച നക്ഷത്ര നിർമ്മിതികൾ വേറെയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഉള്ളിലേക്ക് കടക്കാനും അവിടെ ഇരിക്കാനും ഒക്കെയുള്ള സൗകര്യം ഇത് ആദ്യമാണ്. ചുരുക്കത്തിൽ സൗകര്യങ്ങൾ നമുക്ക് നേരിട്ടൊന്ന് നോക്കാം. നക്ഷത്രത്തിനുള്ളിൽ ഫുൾ കോറമുണ്ട്. ബൈജുമോൻ, ഭാര്യ സുമി, മക്കൾ ഗോഡ്സോൺ, ഗോഡ്ലിയ. നിങ്ങൾ അത്യാവശ്യം വേണം ഇവിടെ താമസിക്കുക അല്ലേ ക്രിസ്മസ് കാലത്ത്? തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു 10 ദിവസം നമുക്ക് ഇവിടെ കേക്ക് മുറിക്കാനും കേക്ക് ഉണ്ടാക്കാനും ആഹാരം ഇതിനകത്ത് വെച്ച് കഴിക്കാനും അതുപോലെ കാപ്പിയൊന്നും വീട്ടിൽ നിന്ന് കുടിച്ചിട്ട് ആൾക്കാരെ വണ്ടിയെ പോകുന്നവരെയൊക്കെ ഒന്ന് കാണാനും ഒക്കെയുള്ള സൗകര്യങ്ങളിൽ ഉണ്ടാക്കിയ ഒരു സ്റ്റാറായിരുന്നു. കുഞ്ഞുങ്ങൾ എന്നോട് ചോദിച്ചു, പപ്പ ക്രിസ്മസ് അല്ലേ, ഒരു സ്റ്റാർ നമുക്ക് തൂക്കണ്ടേ? 1-2 ചെറിയ സ്റ്റാറൊക്കെ മേടിച്ചോണ്ട് വന്നപ്പോൾ ഇതൊക്കെ വളരെ ചെറുതാണല്ലോ പപ്പ, നമുക്കൊരു വലിയ സ്റ്റാർ തൂക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിന്തിച്ചു, വലിയ സ്റ്റാർ തൂക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്റ്റാർ തന്നെ തൂക്കണം, സാമാന്യ വലിപ്പത്തിൽ തന്നെ. ഞാൻ വിചാരിച്ചെന്നാൽ നമുക്ക് അതിനകത്ത് കയറി ഇരുന്ന് ആഹാരം കഴിക്കാനും കുടിക്കാനും തമ്മിൽ സംസാരിക്കാനും കേക്ക് കഴിക്കാനും കേക്ക് ഉണ്ടാക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലൊക്കെ നല്ലൊരു ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു സ്റ്റാർ ഉണ്ടാക്കാം എന്ന് ഞാൻ കരുതി. അങ്ങനെയാണ് ഈ സ്റ്റാറിന്റെ നിർമ്മാണം. ഫാമിലിയായിട്ട് ഞങ്ങൾക്ക് അങ്ങ് സന്തോഷമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. വൈദ്യം ചെയ്തു, ഞാൻ സപ്പോർട്ടായിട്ട് കൂടെ നിന്നു, അത്രേ ഉള്ളൂ. നക്ഷത്രം കാണാനായി സ്കൂളിൽ നിന്നും അധ്യാപകരും കൂട്ടുകാരും വരെ എത്തുമെന്നാണ് ഗോഡ്സോൺ പ്രതീക്ഷിക്കുന്നത്. കേക്ക് മുറിയും ആഘോഷമൊക്കെ ഉണ്ട്. കുറേ പേരെ വിളിക്കും, സ്കൂളിലുള്ള എല്ലാവരെയും വിളിക്കും. ഒരാഴ്ചത്തെ തുടർച്ചയായ ശ്രമമാണ് 6 കാലിൽ നക്ഷത്രമായത്. ബൈജു എബ്രഹാമിനെ സഹായിക്കാൻ മറ്റ് 4 പേർ കൂടി ഉണ്ടായിരുന്നു. വീട്ടുമുറ്റത്ത് മുൻപ് 32 അടി നീളത്തിൽ വിമാന മാതൃക ഉണ്ടായ ബൈജു വെറൈറ്റിയുടെ ആളാണ്. സംസ്ഥാന പാതയോട് ചേർന്നാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? കാലാവസ്ഥ എപ്പോഴും ഒരു വ്യതിയാനമുള്ള ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ. അതുകൊണ്ട് എന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ ഇവിടെ എന്നുള്ളതല്ല, കേരളത്തിൽ എവിടെയും ഉണ്ടാകാം. മുൻകരുതൽ എന്തൊക്കെയാണ്? മുൻകരുതൽ എല്ലാ തെങ്ങിലും നമ്മൾ ഈ സ്റ്റാർ വലിച്ചു കെട്ടിയിട്ടുണ്ട്. അതേപോലെ മൂട് ഒരു 3 അടിയോളം താഴ്ത്തി കുഴിയെടുത്ത് അതിൽ ഉറപ്പിച്ചിട്ടുമുണ്ട്. ഇനി ഒന്നുകൂടെ ഫ്രെയിം വെച്ച് അടിച്ചിത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്, ഒന്നുകൂടെ ബലപ്പെടുത്താൻ പോവുകയാണ്. ഉള്ളിൽ ഘടിപ്പിച്ചിട്ടുള്ള 35 ട്യൂബ് ലൈറ്റുകൾ ശോഭ പകരും. പുതുവർഷ പുലരി വരെ ആ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.